ബി എഡിന് ശേഷം ജോബ് കിട്ടുമോ? ക്വസ്റ്റ്യൻ മാർക്ക്. ഒരു പ്രൊഫഷണൽ കോഴ്സ് ആയതുകൊണ്ട് നമ്മൾ അതിൻ്റേതായ ഒരു സ്ട്രിക്റ്റ് ഡിസിപ്ലിനിലായിരിക്കും അത്. ടു ബി എ ടീച്ചർ നിങ്ങളുടെ മുന്നിലുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് യു ജി കഴിഞ്ഞതിന് ശേഷം ഒന്നെങ്കിൽ പി ജി അല്ലെങ്കിൽ എനിക്കെന്താ ജോലി കിട്ടാത്തതെന്ന് ടെൻഷൻ അടിക്കുന്നവരുണ്ടായിരിക്കും. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഈ വീഡിയോ എന്ന് പറയുന്നത് മൊത്തം ബി എഡിനെ കുറിച്ചിട്ടുള്ള ഡിസ്കഷൻസ് ആയിരിക്കും കേട്ടോ. ബി എഡ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന കുറേ ആളുകളുണ്ടായിരിക്കും, ബി എഡിൻ്റെ പകുതി വഴിക്ക് സ്റ്റക്കായിരിക്കുന്ന ആളുകളുണ്ടായിരിക്കും, ബി എഡ് ഒരു പ്രാവശ്യം ചെയ്ത് പകുതി വെച്ച് ഡ്രോപ്പ് ചെയ്ത് പിന്നെ വീണ്ടും ജോയിൻ ചെയ്യണമെന്ന് ആലോചിക്കുന്ന ആളുകളുണ്ടായിരിക്കും. അങ്ങനെ പല ആളുകളുണ്ടായിരിക്കും. അതുപോലെ തന്നെ ചെറിയ കുട്ടികളുണ്ടായിരിക്കും അല്ലേ, 10th +2 ഒക്കെ കഴിഞ്ഞ കുട്ടികൾ ബി എഡ് ചെയ്താലോ, ഡിഗ്രി കഴിഞ്ഞ ബി എഡ് എടുത്താലോ എന്ന് വിചാരിക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിരിക്കും ഇത് എന്നാണ് എൻ്റെ വിശ്വാസം. സോ let's get into the video. So currently I'm working as a teacher in an ICSE school, എറണാകുളത്താണ്. And I have done my graduation, post-graduation and also B.Ed in English Language and Literature. അതാണ് എനിക്ക് എന്നെക്കുറിച്ച് പറയാനുള്ള ഇൻട്രൊഡക്ഷൻ. സോ അതുകൊണ്ട് ഞാൻ ഈ ബി എഡിനെ കുറിച്ച് പറയാൻ യോഗ്യത ഉള്ള ഒരാളാണോ എന്ന് നിങ്ങളുടെ മനസ്സിൽ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ള കാര്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഗ്രാജുവേറ്റഡ് ആണ്, പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ആണ്, ആൻഡ് ഞാൻ ബി എഡും കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഐ ഹാവ് ക്വാളിഫൈഡ് ഓൾ മൈ എക്സാംസ്, UGC നെറ്റ്, സെറ്റ്, കേരള സെറ്റ്, ദെൻ CTET, KTET കാറ്റഗറി 2 and 3. എവറിത്തിങ് ഐ ഹാവ് ക്ലിയർഡ്. സോ പറയാൻ റൈറ്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നില്ല, പക്ഷേ ഐ എം ഗോയിങ് ടു ഷെയർ മൈ എക്സ്പീരിയൻസ് ഓഫ് ഡൂയിങ് ബി എഡ്. അബൌട്ട് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആദ്യത്തെ ചോദ്യം നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരിക്കുക അബൌട്ട് ദ എലിജിബിലിറ്റി അല്ലേ. ഇഫ് യു ആർ പ്ലാനിങ് ടു ബി എ ടീച്ചർ നിങ്ങളുടെ മുന്നിലുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് യു ജി കഴിഞ്ഞതിന് ശേഷം ഒന്നെങ്കിൽ പി ജി അല്ലെങ്കിൽ ബി എഡ്. സോ ബി എഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ആക്ച്വലി ഒരു പ്രൊഫഷണൽ കോഴ്സ് ആയതുകൊണ്ട് നമ്മൾ അതിൻ്റേതായ ഒരു സ്ട്രിക്റ്റ് ഡിസിപ്ലിനിലായിരിക്കും അത് ചെയ്യുക. നോർമലി നമ്മൾ യു ജി ചെയ്യുന്ന പോലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ ഭയങ്കരമായിട്ട് അടിച്ചു പൊളിക്കാനുള്ളൊരു സെറ്റപ്പിലൊന്നും അല്ല ബി എഡ് കോളേജസിൽ ടീച്ചിങ്ങും ആ കോഴ്സ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ആദ്യം തന്നെ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം യു ജിക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50-55% എബവ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഈസിലി ഗെറ്റ് ഇൻ ടു ബി എഡ്. ബട്ട് എന്താ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്നത് 2 എയ്ഡഡ് കോളേജസും 2 ഗവൺമെൻറ് കോളേജസേ ഉള്ളൂ. അങ്ങനെ ആകുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഒരു 85% എബവ് ഒക്കെ ഉണ്ടെങ്കിലാണ് ഇപ്പോൾ ബി എഡിന് നമുക്ക് ഇങ്ങനെ ഗവൺമെൻറ് എയ്ഡഡ് കോളേജസിൽ അഡ്മിഷൻ കിട്ടുള്ളൂ. അതർവൈസ് നമുക്ക് കിട്ടുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് ഫിനാൻസിങ് കോളേജസ് ആണ്, പ്രൈവറ്റ് കോളേജസ് ആൻഡ് സെൽഫ് ഫിനാൻസിങ് കോളേജസ്. അവിടെ നമുക്ക് ഒരുപാട് പൈസ കെട്ടി വെക്കേണ്ടി വരും. ലൈക്ക് 50,000 ഉള്ള കോളേജസ് ഉണ്ട്, 1 lakh പ്ലസ് ഉള്ള കോളേജസ് ഉണ്ട്. സോ അതിൻ്റെ ഇങ്ങനെ ഫിനാൻഷ്യൽ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല, എന്നാലും എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. എനിവേ, ഞാൻ എൻ്റെ യു ജിക്ക് ശേഷം ഡയറക്റ്റ് പി ജി ചെയ്തു. അതിനുശേഷമാണ് ഞാൻ ബി എഡ് എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് പോയത്. ബിക്കോസ് ബി എഡ് എൻ്റെ പ്ലാനിലേ ഉണ്ടാവാത്തൊരു കാര്യമായിരുന്നു. സാഹചര്യങ്ങൾ കൊണ്ട് ഞാൻ ബി എഡ് ചെയ്തതാണ്. ഞാൻ ചെയ്തത് എയ്ഡഡ് കോളേജിലാണ് കേട്ടോ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന NSS ട്രെയിനിങ് കോളേജ് ഒറ്റപ്പാലം. അവിടെയാണ് ഞാൻ എൻ്റെ ബി എഡ് കംപ്ലീറ്റ് ചെയ്തത്. ഇനിഷ്യലി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ കോഴ്സിലേക്ക് കയറാൻ വേണ്ടി, കാരണം എനിക്ക് ഇഷ്ടപ്പെടാതെ ഞാൻ പോയതാണല്ലോ. ബട്ട് ഗ്രാജ്വലി ഞാനത് ഇഷ്ടപ്പെട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. സോ നിങ്ങൾക്കൊരു 85% തൊട്ടൊരു 95%ൻ്റെ ഉള്ളിലൊക്കെ യു ജി പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡഡ് ബി എഡ് കോളേജസിൽ അഡ്മിഷൻ കിട്ടും. ഇനി നമ്മൾ യു ജിയും കഴിഞ്ഞു, പി ജിയും കഴിഞ്ഞു, എന്നിട്ടാണ് ബി എഡിന് ജോയിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ യു ജി പെർസെൻറ്റേജ് കുറവാണെങ്കിൽ പി ജി പെർസെൻറ്റേജ് ആണ് കൂടുതലെങ്കിൽ നമുക്ക് പി ജി പെർസെൻറ്റേജിൻ്റെ ബേസിൽ നമുക്ക് അഡ്മിഷൻ കിട്ടും ബി എഡ് കോളേജസിൽ. അതുപോലെ ഓപ്പോസിറ്റ് ആണെങ്കിലും നമുക്ക് ഏതിനാണോ, അതായത് യു ജിക്കാണോ പി ജിക്കാണോ പെർസെൻറ്റേജ് കൂടുതൽ വെച്ചെങ്കിൽ അതിൻ്റെ ബേസിൽ നമുക്ക് അഡ്മിഷൻ കിട്ടും എന്നുള്ളതും കൂടെ ശ്രദ്ധിക്കാം. സോ നിങ്ങൾക്ക് യു ജിക്ക് മാർക്ക് കുറവാണ്, പി ജിക്ക് മാർക്കുള്ളൂ എന്ന് വെച്ചിട്ട് ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പി ജിക്ക് മാർക്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. അതുപോലെ അഡ്മിഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ യു ജിയും പി ജിയും കഴിഞ്ഞിട്ട് ബി എഡിന് പോകുന്ന ആളുകളുണ്ട്, ലൈക്ക് മീ. അപ്പം അങ്ങനെ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം യു ജിക്ക് പെർസെൻറ്റേജ് കുറവാണ്, പക്ഷേ നിങ്ങൾക്ക് പി ജിക്ക് പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ ആ പി ജി പെർസെൻറ്റേജ് വെച്ചിട്ടായിരിക്കും നമുക്ക് അഡ്മിഷൻ കിട്ടുക. നേരെ ഓപ്പോസിറ്റും ഉണ്ടാവും കേട്ടോ. നമുക്ക് യു ജിക്കാണ് പെർസെൻറ്റേജ് കൂടുതലെങ്കിൽ പി ജി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ യു ജിയുടെ പെർസെൻറ്റേജ് വെച്ചിട്ടാണ് നമുക്ക് അഡ്മിഷൻ കിട്ടുക. കോഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുന്നേ എനിക്ക് ആദ്യം പറയാനുള്ളത്, നമ്മൾ ബി എഡ് ചെയ്തു എന്നതുകൊണ്ട് നമുക്ക്
എന്താ പറയുക എല്ലാ ഗുണങ്ങളും കിട്ടണമെന്നില്ല. B.Ed ചെയ്തതിന് ശേഷം നമ്മൾ ക്ലിയർ ചെയ്യേണ്ട കുറച്ച് എക്സാംസ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുകയാണെങ്കിൽ CTET ആണ്. അതായത് CTET എന്ന് പറയുമ്പോൾ സെൻട്രൽ ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയും. അത് കാറ്റഗറി 1, 2, 3 ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ ക്ലിയർ ചെയ്തത് കാറ്റഗറി 3 ആണ്, കാറ്റഗറി 2 ആണ്. അത് ഇനി പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പം നമ്മൾ എലിജിബിൾ ആണ്, നമ്മൾ B.Ed കഴിഞ്ഞു എന്ന് വിചാരിക്കുക. കോഴ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ള കാര്യം, B.Ed കഴിഞ്ഞതിന് ശേഷം B.Ed കഴിഞ്ഞു, എനിക്കെന്താ ജോലി കിട്ടാത്തതെന്ന് ടെൻഷൻ അടിക്കുന്നവരുണ്ടായിരിക്കും. അപ്പം നിങ്ങളുടെ കയ്യിൽ ക്വാളിഫൈഡ് ഐക്യു എക്സാം സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പേടിയും പേടിക്കണ്ട. ലൈക്ക് ദ ഫസ്റ്റ് വൺ ഇസ് CTET. നമ്മൾ B.Ed കഴിഞ്ഞാൽ നമ്മൾ ക്ലിയർ ചെയ്യേണ്ട കുറച്ച് എക്സാംസ് ഉണ്ട്. B.Edൻ്റെ ഇടയിൽ നമുക്ക് ചെയ്യാം കേട്ടോ. 3rd സെം തൊട്ടിട്ട് നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാം. ഫസ്റ്റ് വൺ ഇസ് CTET. CTET എന്ന് പറഞ്ഞാൽ സെൻട്രൽ ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ്. അതായത് CBSE ബോർഡ്സിലൊക്കെ ഇപ്പോൾ നമ്മൾ KV NB എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ CTET ക്വാളിഫൈഡ് ആയിരിക്കണം. സോ ദാറ്റ്സ് അബൌട്ട് CTET. ദെൻ ദർ ഇസ് കേരള സെറ്റ്. കേരള സെറ്റ് എന്തിനു വേണ്ടിയിട്ടെന്ന് അറിയാലോ, ഹയർ സെക്കൻഡറി ആണ്, സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റാണ്. അപ്പം നമ്മൾ ഹയർ സെക്കൻഡറിയിൽ ടീച്ചിങ്ങിന് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ സെറ്റ് ക്ലിയർ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ വരുന്നതാണ് KTET. KTET കാറ്റഗറി 1 ഉണ്ട്, ഇറ്റ്സ് ഫോർ LP. കാറ്റഗറി 2 and 3 ആണ് നമ്മൾ B.Edകാർക്കുള്ളത്. അപ്പോൾ കാറ്റഗറി 2 എന്ന് പറയുമ്പോൾ UP സെക്ഷൻ, ആൻഡ് കാറ്റഗറി 3 എന്ന് പറയുമ്പോൾ ഹൈസ്കൂൾ സെക്ഷനാണ്, ആൻഡ് സെറ്റാണ് നമ്മൾ ഹയർ സെക്കൻഡറി. അങ്ങനെ അപ്പോൾ ഇത് ഈ എക്സാംസൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തെടുക്കണം. കാറ്റഗറി 2ഉം 3ഉം സെറ്റും അതുപോലെ തന്നെ CTETും. ഇതാണ് B.Edനെ ബേസ് ചെയ്ത് വരുന്നത്. പിന്നെ PG കഴിഞ്ഞാൽ നമ്മൾ എഴുതിയെടുക്കേണ്ട എക്സാമാണ് നെറ്റ്. അപ്പം ഇതൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം സെറ്റാണ്. ഓക്കെ. ദെൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഈ എക്സാംസ് ഒക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് B.Ed ഉണ്ട്, PG ഉണ്ട്, UG ഉണ്ട്, ആൻഡ് നെറ്റ് ഉണ്ട്, സെറ്റ് ഉണ്ട്, KTET ഉണ്ട്, CTET ഉണ്ട്, എല്ലാം ഉണ്ട്. ബട്ട് നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു, പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്നില്ല. അവിടെ നമ്മൾ ഫെയിൽ ആവുന്നത് എന്തിലാണെന്ന് വെച്ചാൽ നമ്മുടെ സ്കില്ലിലാണ്. സ്കിൽഡ് ആയിട്ടുള്ളൊരു പ്രൊഫഷനാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. നമ്മുടെ സ്കിൽ എത്രത്തോളം നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ എഫിഷ്യൻ്റ് ആണെന്ന് ആൾക്കാർക്ക് പ്രൂവ് ചെയ്ത് കൊടുക്കാനാണ് നമുക്ക് സാധിക്കുക. അപ്പം അവിടെയാണ് നമ്മുടെ വിക്ടറി ഇരിക്കുന്നത്. ഓക്കെ. സോ നമ്മൾ എത്ര പടികൾ കയറിപ്പോയി എന്നുണ്ടെങ്കിലും നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ഫെയിലിയർ എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ മനസ്സിലാക്കണം, നമ്മൾ പോളിഷ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. മേ ബി അത് നമ്മുടെ സബ്ജക്റ്റ് നോളജ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ സ്കില്ലാവാം, നമ്മുടെ ടീച്ചിങ് സ്കില്ലാവാം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോളിഷ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇതൊക്കെ പോട്ടെ, നമ്മൾ UG ചെയ്തു, PG ചെയ്തു, B.Ed ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷേ ഇൻറ്റേൺഷിപ്പിനെ പേടിച്ചിട്ട് B.Ed ചെയ്യാതിരിക്കുന്ന കുറച്ച് പേരുണ്ടായിരിക്കും. അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. എനിക്കും ഈ ഒരു സംഭവം ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. പക്ഷേ നമ്മളെ അതിന് മുന്നേ തന്നെ ഇൻറ്റേൺഷിപ്പ് ഫേസ് വരുന്നത് 3rd സെമ്മിലാണ്. അതിന് മുന്നേ നമ്മൾ അതിന് വേണ്ടി പ്രിപ്പയർ ആക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഫസ്റ്റ് സെമ്മിൽ നമുക്ക് മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. മൈക്രോ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ആ ഫ്രേസ് പോലെ തന്നെ മൈക്രോ ടീച്ചിങ്. അതായത് നമ്മൾ കുറച്ച് ആളുകൾക്ക് നമ്മുടെ ടീച്ചിങ് സ്കില്ല് ഒന്ന് പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഓക്കെ. അപ്പോൾ അതിൽ സ്കിൽ ഓഫ് ക്വസ്റ്റനിങ് ഉണ്ട്, സ്കിൽ ഓഫ് എക്സ്പ്ലെയിനിങ് ഉണ്ട്, സ്കിൽ ഓഫ് റീഇൻഫോഴ്സ്മെൻ്റ് ഉണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരു കോൺഫിഡൻസ് നമുക്ക് വരും. അവിടെ നമ്മൾ ഗെയിൻ ചെയ്യും. ഓക്കെ, നമുക്കിത് പറ്റും, നമുക്കൊരു ക്രൗഡിനെ ഫേസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പം നമ്മുടെ ചുറ്റും ഇരിക്കുന്ന കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്മേറ്റ്സ് ആയിരിക്കും ആ സമയത്ത് മൈക്രോ ടീച്ചിങ്ങിന്. അപ്പോൾ നമ്മൾ ഇമാജിൻ ചെയ്യുക, ഓക്കെ യെസ്, ഇവർക്ക് എനിക്ക് ഇത്ര നന്നായി എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവരെക്കാളും ചെറിയ മക്കൾക്കല്ലേ ഞാൻ എടുക്കാൻ പോകുന്നത്, അപ്പം ഇതിലും ബെസ്റ്റായിട്ട് എനിക്ക് എടുക്കാൻ പറ്റില്ലേ, അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ഫീൽ ചെയ്താൽ ഓർത്തോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കയറും. ദെൻ സെക്കൻഡ് സെമിസ്റ്ററിൽ വരുന്ന കാര്യമാണ് ക്രിറ്റിസിസം ക്ലാസ്. ഇവിടെ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി കുറച്ച് പേര് ഇരിക്കുന്നുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ ക്ലാസ്മേറ്റ്സ് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് ടീച്ചർ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പം ഇവിടെ എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ടെൻഷനുള്ളൊരു ഫേസ് ആയിരുന്നു അത്. അപ്പോൾ ക്രിറ്റിസിസം എന്ന് പറയുമ്പോൾ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുകയാണല്ലോ. അപ്പോൾ നമ്മുടെ നെഗറ്റീവ്സും പോസിറ്റീവ്സും എന്താണെന്നുള്ളത് നമുക്കൊരു അസസ്മെൻറ്റ് കിട്ടും. ഒരു സെൽഫ് അസസ്മെൻറ്റിൻ്റെ ഒരു ടൈമാണത്. അപ്പം ഇവർ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യും, നമ്മുടെ നെഗറ്റീവ്സ് പറയും, പോസിറ്റീവ്സ് പറയും. അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ക്ലാസ് ടീച്ചർ നമുക്കുള്ള മാർക്കും കാര്യങ്ങളൊക്കെ ഇടുക കേട്ടോ. അപ്പം മിസ്സും നമുക്ക് കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും, നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ. അപ്പം സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ കയറി. ഇനിയാണ് നമ്മുടെ ഫൈനൽ സ്റ്റെപ്പിലേക്ക് നമ്മൾ കയറുന്നത്. ദാറ്റ് ഇസ് ടീച്ചിങ് പ്രാക്ടീസ് ടൈം. ഈ ഫേസ് എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് എല്ലാവർക്കും പേടിയുള്ളൊരു ടൈമാണ്. കാരണം നമ്മൾ നമ്മുടെ ക്ലാസ്മേറ്റ്സിനൊക്കെ വിട്ട് നമ്മൾ പിരിഞ്ഞ് പോവുകയാണ്, വേറെ സ്കൂൾസിലേക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ആയി പോവുകയാണ്. ചെറിയ ഗ്രൂപ്പ്സ് ആയിട്ടായിരിക്കും നമ്മൾ പോവുക. അപ്പം അവിടെ ചെല്ലുമ്പോൾ എങ്ങനെയായിരിക്കും കുട്ടികൾ നമ്മൾ ചെറുതാണല്ലോ. അപ്പം പിള്ളേർ നമ്മളെ അങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുക? ടീച്ചേഴ്സായിട്ട് അവർക്ക് നമ്മളെ ഫീൽ ചെയ്യുമോ? ഇനി അവർ നമ്മൾ എടുക്കുന്നവർക്ക് മനസ്സിലാവുമോ? അവർ നമ്മളോട് ഭയങ്കര ഫ്രണ്ട്ലി ആയി മാറുമോ? എങ്ങനെ നിൽക്കണം കുട്ടികളോട്? എങ്ങനെ അവരെ പിടിച്ചിരുത്തണം ക്ലാസ്സിൽ? അങ്ങനെ ഭയങ്കര കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാകുന്ന ഒരു ടൈമാണ്. പക്ഷേ ഞാൻ പറയട്ടെ, എൻ്റെ ലൈഫിലെ തന്നെ ബെസ്റ്റ്
ഫസ്റ്റ് കുറച്ച് ദിവസങ്ങളായിരുന്നു എനിക്ക് ആ ടീച്ചിങ് പ്രാക്ടീസ് ടൈമിൽ കിട്ടിയത് കേട്ടോ. കാരണം ടീച്ചറേ എന്നുള്ള ആ ഒരു വിളി അത് എത്രത്തോളം വാല്യുബിൾ ആണെന്ന് ഞാൻ റിയലൈസ് ചെയ്തൊരു ടൈമാണ്. അപ്പോൾ നമുക്ക് ഈ പേടിയൊക്കെ സത്യം പറഞ്ഞാൽ കുറഞ്ഞു വരും. ഒരു 2 വീക്സ് മാക്സിമം നമുക്കൊരു ടെൻഷനും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ നമ്മുടെ മിസ്സ് നമ്മളെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ക്ലാസ്സിന് വേണ്ടി മാർക്ക് ഇടാനൊക്കെ ആയിട്ട് വരും. അപ്പോഴൊക്കെയാണ് നമുക്കൊന്ന് പേടി ഉണ്ടാവുക. പക്ഷെ അതൊഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അടിപൊളിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫേസ് ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷം നമുക്ക് തരും. ഒട്ടും കൺസിഡർ ചെയ്യപ്പെടാത്ത നമ്മൾ അങ്ങനെ ഉണ്ടാവുമല്ലോ, നമ്മൾ കൺസിഡർ ചെയ്യപ്പെടുന്നില്ല സത്യം പറഞ്ഞാൽ. പക്ഷേ ഒരു സ്കൂളിലൊരു ടീച്ചറായിട്ട് കയറുമ്പോഴാണ് നമ്മളെ കൺസിഡർ ചെയ്യാൻ എത്ര പേരുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യപ്പെടുന്നതിൻ്റെ ഒരു വില മനസ്സിലാക്കുന്നതുണ്ടല്ലോ, ആ ഒരു ഫീലിംഗ് മനസ്സിലാക്കുന്നത് ആ സമയത്താണ്. അപ്പം നമ്മളെ ഇഷ്ടമുള്ള കുറേ പേരുണ്ടാവും. കുട്ടികളുടെ ഇഷ്ടം നമ്മൾ മനസ്സിലാക്കുന്നത് പല രീതിയിലായിരിക്കും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ നമുക്ക് ചോക്ലേറ്റ്സ് കൊണ്ടുവന്ന് തരും, ചിലർ നമുക്ക് പെന്നൊക്കെ ഗിഫ്റ്റായിട്ട് തരും, ചിലർ നമ്മളെ അപ്രിഷ്യേറ്റ് ചെയ്യും. മിസ് ഇന്ന് കാണാൻ നല്ല ലുക്കായിട്ടുണ്ടല്ലോ, മിസ്സിൻ്റെ ചിരി നല്ല ഭംഗിയുണ്ട്, മിസ് ക്ലാസ് എടുക്കുന്നത് നന്നായിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഇംഗ്ലീഷ് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റ് ആയിരുന്നു പക്ഷേ എനിക്കിപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇത്രയൊക്കെ മതി. ഇതൊക്കെ കിട്ടുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയി മാറും. അതുപോലെ തന്നെ ഈ ഇൻറ്റേൺഷിപ്പ് പീരീഡിൽ നമുക്ക് കിട്ടുന്ന നല്ലൊരു മൊമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നല്ലൊരു എന്താ പറയുക, ഒരു നമുക്ക് കിട്ടുന്ന ഒരു കാറ്റലിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതെന്ന് പറഞ്ഞാൽ നമുക്ക് സീനിയർ ടീച്ചേഴ്സിനെ വാച്ച് ചെയ്യാനുള്ളൊരു, അവരെ ഒബ്സർവ് ചെയ്യാൻ, അവരുടെ ക്ലാസ് ഒബ്സർവ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് യൂസ് ചെയ്യാൻ മാക്സിമം നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. ആ ഒരു ടൈം നമ്മൾ മാക്സിമം യൂസ് ചെയ്യുക, മാക്സിമം മനസ്സിലാക്കുക. ഓരോ ടീച്ചേഴ്സും ഓരോ സ്കില്ലിലായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ ഓരോ സ്റ്റൈലുണ്ടായിരിക്കും അവർക്ക്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക, അതിൽ നല്ല കാര്യങ്ങൾ എടുക്കുക. നെഗറ്റീവ് സൈഡ് എന്തായാലും ഒരു ടീച്ചർക്ക് 100% പോസിറ്റീവ് ആവാൻ പറ്റില്ലല്ലോ, ദർ വിൽ ബി നെഗറ്റീവ്സ്. അപ്പോൾ അതൊക്കെ നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മളത് മെല്ലെ തട്ടിക്കളയുക. പോസിറ്റീവ് സാധനങ്ങൾ നമ്മളിൽ ഇല്ലെങ്കിൽ അത് നമ്മൾ മെല്ലെ അഡാപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയൊക്കെയാണ് കുറച്ച് ടിപ്സ്. പിന്നെ ഇപ്പം നമുക്കറിയാം AI എന്ന് പറയുന്ന ഒരു സംഭവം കൂടി വരികയാണ്. അപ്പം AI മാത്രമല്ല, ടെക്നോളജിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഈ ഒരു ജനറേഷനിലുണ്ട്. ഇനി അങ്ങോട്ട് അത് കൂടിക്കൊണ്ടേയിരിക്കും. ആസ് ടീച്ചേഴ്സ് നമുക്ക് ടെക്നോളജി അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ടെക്നോളജിക്കലി നമ്മൾ സ്കിൽഡ് ആവാൻ വേണ്ടി നമ്മൾ തന്നെ ശ്രമിക്കുക. ലൈക്ക് PPT പ്രിപ്പറേഷൻ, അത് യൂസ് ചെയ്ത് നമ്മൾ എങ്ങനെ ക്ലാസ് എടുക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മെല്ലെ പഠിക്കുക. അതുപോലെ വേർഡ് ആണെങ്കിലും എങ്ങനെ നമുക്ക് കുറച്ച് എന്താ പറയുക, നല്ല ടെക്നിക്കലി നമ്മൾ ഒന്ന് ഇമ്പ്രൂവ് ആവുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ CV-യിലൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളൊന്ന് ടെക്നോളജിക്കലി നമ്മളൊന്ന് ഇമ്പ്രൂവ് ആവുക. ആൻഡ് നൗ ദ മെയിൻ തിങ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ളൊരു കാര്യം വർക്ക് ലോഡിനെ കുറിച്ചിട്ടാണ്. ഓഫ് കോഴ്സ് BEd ഒരു വർക്ക് ലോഡ് വരുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ്. ഇഷ്ടം പോലെ പേപ്പർ വർക്ക്സ് നമുക്ക് ചെയ്യാനുണ്ട്. പക്ഷേ ട്രസ്റ്റ് മീ ഗൈസ്, നമ്മൾ ഒരു പ്ലാനിൽ നമ്മളൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇന്ന ടൈമിൻ്റെ ഉള്ളിൽ ഇന്ന വർക്ക് ചെയ്ത് തീർക്കണം, നമ്മൾ തന്നെ ഒരു ഡ്യൂ ഡേറ്റ് വെച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീക്കി കഴിഞ്ഞാൽ, അത് ടൈമിന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ യാതൊരുവിധ പ്രശ്നവുമില്ല. അത് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ദിവസം ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ് അത് സബ്മിറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കിട്ടുന്ന ഒരു ടൈമിൽ നമുക്ക് കിട്ടുന്നൊരു ഹാപ്പിനെസ് ഉണ്ട്. അതിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യാം. ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒത്തിരി പേപ്പർ വർക്ക്സ് ചെയ്യാനുണ്ട്. ലൈക്ക് നമുക്ക് കേസ് സ്റ്റഡികളുണ്ട്, അതുപോലെ ഡയറികൾ എഴുതാനുണ്ട്, അങ്ങനെ റെക്കോർഡ്സ് ഉണ്ട്, ഒരുപാട് ചാർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, എല്ലാം ചെയ്യാനുണ്ട്. ആക്ച്വലി ചാർട്ട്സ് ഒന്നും നീഡഡ് അല്ല ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ. നമുക്ക് ടെക്നോളജി യൂസ് ചെയ്ത് നമുക്ക് ക്ലാസ് എടുക്കാവുന്നതാണ്. പക്ഷേ ഈവൻ ദോ നമ്മളത് വിടുന്നില്ല. ഓക്കെ, ആ പണ്ടത്തെ ഒരു പാറ്റേൺ നമ്മൾ വിട്ടിട്ടല്ല ഇപ്പോൾ ക്ലാസ് എടുക്കുന്നത്. നമ്മൾ ചാർട്ട് പേപ്പേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ചാർട്ടിൽ എഴുതുന്നതിൻ്റെ ബെനിഫിറ്റ്സും നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അത് മനസ്സിലാവും കേട്ടോ. അതുപോലെ തന്നെ സ്കിൽ ഓഫ് യൂസിങ് ബ്ലാക്ക് ബോർഡ് വരെ നമ്മൾ BEd കോഴ്സിന് പഠിക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, അപ്പം ഇഫ് യു ആർ പ്ലാനിങ് ടു ബി എ ടീച്ചർ, അത് കോളേജിലായിക്കോട്ടെ, അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആവാനാണ് നിങ്ങളുടെ ആഗ്രഹം എങ്കിൽ പോലും BEd കോഴ്സ് ചെയ്താൽ നിങ്ങൾക്ക് ബെനിഫിറ്റ്സ് അല്ലാതെ ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല. കാരണം നമ്മൾ ഇപ്പം PG കഴിഞ്ഞ് നമ്മൾ നെറ്റ് എഴുതിയെടുക്കുകയാണെങ്കിൽ നമ്മൾ കോളേജിലേക്ക് കയറും. അവിടെ നമുക്ക് അറിയേണ്ട കുറച്ച് ടീച്ചിങ്ങിന് നമ്മൾ അറിയേണ്ട കുറച്ച് സ്കില്ലുകളുണ്ട്. അതൊന്നും നമ്മൾ പഠിക്കുന്നില്ല. അതൊന്നും അറിയാതെയാണ് നമ്മൾ ഈ നെറ്റൊക്കെ എഴുതിയെടുത്തിട്ട് കോളേജിലേക്ക് കയറുന്നത്. നേരെ മറിച്ച് നമ്മൾ BEdും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടീച്ചിങ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നന്നായിട്ട് നമുക്കൊരു ഫൗണ്ടേഷൻ കിട്ടും. ആ ഫൗണ്ടേഷനിൽ പിന്നെ നമ്മുടെ ഒരു ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം തീർച്ചയായിട്ടും എനിക്ക് BEd ചെയ്തതിൻ്റെ ഒരുപാട് ഗുണങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു കോൺഫിഡൻസ് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. ഇതല്ലാതെ നമുക്ക് ഒരുപാട് വർക്ക്ഷോപ്സും കാര്യങ്ങളൊക്കെ കോളേജിൽ നിന്ന് കിട്ടും കേട്ടോ. ഒരുപാട് നാഷണൽ സെമിനാറുകൾ, അതിൻ്റെ ഒക്കെ ബെനിഫിറ്റ് നമുക്ക് ഇപ്പം ആണ് മനസ്സിലാവുന്നത്.
അപ്പം കോഴ്സും പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കമ്മീഷന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലും അസൈൻമെൻറ്റ്സും റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ ചെയ്യുക. അത് ആ സമയത്ത് എന്തായാലും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. കാരണം നമുക്കത് ചെയ്ത് അത്ര പരിചയമല്ലല്ലോ. നമ്മൾ ഈ ആർട്സ് കോളേജിലൊക്കെ പഠിച്ച് വൈബടിച്ചിട്ട് കുറേ റെക്കോർഡ്സിൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ നമുക്ക് ഓഫ് കോഴ്സ് നമ്മൾ ടെൻസ്ഡ് ആയിരിക്കും, നമുക്ക് ബോറടിക്കും, മടുപ്പ് തോന്നും. അങ്ങനെ ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോയവരൊക്കെ ഉണ്ട് എൻ്റെ കോളേജിൽ. പക്ഷേ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട്. ദാറ്റ് യു ഹാവ് ടു റിയലൈസ്. അത് ഇപ്പം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ വലിയ പ്രശ്നം തോന്നില്ല. ഓക്കെ. ആൻഡ് അതുപോലെ തന്നെ ഈ ബി എഡിൻ്റെ കുറച്ച്, ഇനിയിപ്പം എനിക്ക് കുറച്ച് നെഗറ്റീവ് പറയാനുള്ളത്, ഇപ്പോഴും ചില കാര്യങ്ങളിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ഒരു കോളേജസ് നമുക്ക് കാണാം. അതായത് പഴയ കാര്യങ്ങളിൽ, പഴയ ചട്ടക്കൂടിൽ നിൽക്കുന്ന കോളേജസ് ഉണ്ട്. അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. ലൈക്ക് ഇപ്പം ഡ്രസ്സാണെങ്കിൽ നമ്മുടെ കോസ്റ്റ്യൂം, ലൈക്ക് സാരി തന്നെ, ടീച്ചേഴ്സ് സാരി തന്നെ ഉടുക്കണം, ചുരിദാറിന് ഷോൾ എന്തായാലും മാൻഡേറ്ററി ആണ്, അങ്ങനെയൊക്കെ പറയുന്ന, അത് സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്ന കോളേജസ് ഉണ്ട്. അതിനോടൊന്നും ഞാൻ എഗ്രി ചെയ്യുന്നില്ല, അങ്ങനെയൊന്നും ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് സർട്ടൻ കോഡ്സ് ഉണ്ട് ചില കോളേജസിൽ. അവിടെ പോകുമ്പോൾ നമ്മൾ അത് എന്തായാലും ഫോളോ ചെയ്യണം. അതിനോടൊക്കെ ഞാൻ എഗെയിൻസ്റ്റ് ആണ്. ബട്ട് ഐ എം ടെല്ലിങ് യു ദിസ്. ഇതെന്തുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എന്ന് വിചാരിക്കരുത്, അതുകൊണ്ട് പറയാണ്. ചില കോളേജുകളിൽ ചില റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഉണ്ട് പല കാര്യത്തിനും. സോ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ചില ടീച്ചേഴ്സ് ആണെങ്കിൽ ഭയങ്കര ബാക്ക്വേർഡ് തിങ്കിങ് ആയിരിക്കും. അപ്പം അവർ പല രീതിയിലും അങ്ങനെ എന്തൊക്കെ ഉണ്ടാവാം. ഓക്കെ. സോ ദാറ്റ്സ് അപ് ടു യു ഗൈസ്. അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. അതും എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം കോഴ്സ് വർക്കിനെ കുറിച്ചിട്ടും പേപ്പർ വർക്ക്സ് അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. നൗ ഐ എം മൂവിങ് ടു ദ സിലബസ്. സിലബസ് എന്ന് പറയുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ, എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഐ എം ടോക്കിംഗ് അബൌട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ഓരോ യൂണിവേഴ്സിറ്റിയും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. നമുക്ക് ഫസ്റ്റ് സെമ്മിൽ കുറച്ച് പേപ്പേഴ്സ് ക്ലിയർ ചെയ്യാനുണ്ട്. ഒപ്പം തന്നെ മൈക്രോ ടീച്ചിങ്ങിൻ്റെ സ്കോറും കാര്യങ്ങളും ഉണ്ടായിരിക്കും കേട്ടോ. അതർ ദാൻ ദാറ്റ് നമുക്ക് യോഗ അങ്ങനത്തെ കാര്യങ്ങൾ, എക്സ്ട്രാ EPC എന്നൊക്കെ പറയുന്ന ഒരു എന്താ പറയുക, നമ്മുടെ പ്രൊഫഷണൽ കപ്പാസിറ്റീസ് ഇൻക്രീസ് ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അങ്ങനത്തെ കുറച്ച് ഇതൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് പാസ്സാവാടോ. ദെൻ സെക്കൻഡ് സെം ആണെങ്കിലും ഇതേപോലെ നമുക്ക് പേപ്പർ വർക്ക്സ് ഉണ്ട്, ക്രിറ്റിസിസം, അതിൻ്റെയൊക്കെ മാർക്കും കാര്യങ്ങളുണ്ട്. ഇതല്ലാതെ നമുക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുകയൊക്കെ വേണം. അതായത് സ്റ്റിൽ മോഡൽ, വർക്കിംഗ് മോഡൽ. ഇഫ് യു ആർ ടേക്കിംഗ് എ ചാപ്റ്റർ ബേസ്ഡ് ഓൺ എ ബസ്, യു ഹാവ് ടു മേക്ക് എ ബസ്. ഓക്കെ, അങ്ങനെ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക, രസമായിട്ട് ചെയ്യാം. ഓക്കെ, ആ സമയത്തൊരു ബുദ്ധിമുട്ട് തോന്നും, ബട്ട് ഇറ്റ് വിൽ ബി ഓക്കെ. ദെൻ തേർഡ് സെമിസ്റ്റർ ഫുൾ നമ്മൾ സ്കൂളിലായിരിക്കും. സ്കൂളിൽ നമുക്ക് കുറേ വർക്ക്സും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരിക്കും. അത് ആ സിലബസിനെ ബേസ് ചെയ്തിട്ടാണ്. നമുക്ക് കുറേ റെക്കോർഡ്സ്, അവിടെയാണ് നമുക്ക് കുറേ റെക്കോർഡ്സ്, പോർട്ട്ഫോളിയോസ്, അസൈൻമെൻറ്റ്സ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലും ഫോർത്ത് സെമ്മിലൊക്കെ നമുക്ക് അസൈൻമെൻറ്റ്സ് ഉണ്ട് കേട്ടോ. ഓരോ സബ്ജക്റ്റിനും ഒരു അസൈൻമെൻറ്റ്, 2 അസൈൻമെൻറ്റ്സ് ഇതൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതിലൊന്നും ഡോണ്ട് വറി. ദെൻ ഫോർത്ത് സെം ഈസ് ഓൾ അബൌട്ട് എൻജോയ്മെൻറ്റ്. അവിടെയാണ് നമ്മുടെ ടൂറ്, ക്യാമ്പ്. നിങ്ങളുടെ കോളേജിൽ NSS ഉണ്ടെങ്കിൽ NSSൻ്റെ ക്യാമ്പ് ഉണ്ടാവും. അതല്ലാതെ നമ്മുടെ കമ്മ്യൂണിറ്റി ലിവിങ് ക്യാമ്പ് ഉണ്ടായിരിക്കും. അങ്ങനെ അതൊക്കെ നല്ല രസമാണ് കേട്ടോ. നല്ല വൈബ് ചെയ്ത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെന്താണ്, പിന്നതൊക്കെ തന്നെ. അങ്ങനെ ഫോർത്ത് സെമ്മ് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഫോർത്ത് സെമ്മ് ആകുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടായിരിക്കും. നിങ്ങളുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയാണെങ്കിൽ നമുക്ക് വിഷമം ഉണ്ടാവും. എനിക്കങ്ങനെയായിരുന്നു. എൻ്റെ ക്ലാസ്സൊക്കെ അടിപൊളിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു കോളേജ് കഴിയണേൽ. അതല്ലാത്ത കുട്ടികളും ഉണ്ടായിരിക്കാം. പിന്നെ ഫൈനൽ സെമസ്റ്ററിൽ നമുക്ക് ഇതേപോലെ തന്നെ ഫസ്റ്റ് സെം സെക്കൻഡ് സെം പോലെ തന്നെ നമുക്ക് റിട്ടേൺ എക്സാംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്യാം. അതിൻ്റെ ഇടയിൽ നമുക്ക് സെറ്റ് എഴുതിയെടുക്കാം, കേട്ടിട്ട് എഴുതിയെടുക്കാം, നെറ്റ് എഴുതിയെടുക്കാം. അങ്ങനെ അതിൻ്റെയൊക്കെ പുറകെ നമുക്ക് പോവാം. അപ്പോൾ അങ്ങനെ ഇത്രയാണ് എനിക്ക് BEdനെ കുറിച്ച് പറയാനുള്ളത്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ കമൻറ്റ് ആൻഡ് ഐ വിൽ റിപ്ലൈ. ആൻഡ് അബൌട്ട് ദ ജോബ്, BEdന് ശേഷം ജോബ് കിട്ടുമോ? ക്വസ്റ്റ്യൻ മാർക്ക് അല്ലേ. ഓഫ് കോഴ്സ് BEdന് ശേഷം നമുക്ക് ജോബ് കിട്ടും ഇഫ് യു ആർ സ്കിൽഡ്. നമുക്ക് സ്കില്ലുണ്ട്, ഒരു ടീച്ചിങ് സ്കില്ല് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർവ്യൂസ് നന്നായി അറ്റൻഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഡെമോ എടുക്കുന്ന സമയത്ത് കോൺഫിഡൻസോട് കൂടി നമുക്ക് ഡെമോ അറ്റൻഡ് ചെയ്യാൻ പറ്റും. നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ആർ ഗോയിങ് ടു ക്രാക്ക് എ ജോബ്. അതർവൈസ് കുറച്ച് പാടാണ്. കാരണം BEdന് ശേഷം ടീച്ചിങ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഒരു സ്കിൽഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണല്ലോ. അപ്പോൾ നമ്മൾ എത്രത്തോളം നമ്മുടെ എഫിഷ്യൻസി കാണിക്കുന്നു എന്നുള്ളതനുസരിച്ചിട്ട് തന്നെയാണ് കാര്യങ്ങളുടെ ഒരു കിടപ്പ്. ഓക്കെ, സോ PSC എഴുതുക. PSC എഴുതിയിട്ട് കിട്ടുകയാണെങ്കിൽ അങ്ങനെ, അല്ലാതെ തന്നെ നല്ല സാലറി കിട്ടുന്ന സ്കൂൾസ് ഉണ്ട്, അവിടേക്ക് അപ്ലൈ ചെയ്യുക. പിന്നെ പ്രൈവറ്റ് സ്കൂൾസ് ആണെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് ജോലി ഭാരം കൂടുതലായിരിക്കും. ഈ സ്കൂൾ ടീച്ചിങ് അല്ലാതെ തന്നെ
ഐ മീൻ ടീച്ചിങ് അല്ലാതെ തന്നെ നമുക്ക് അതർ വർക്ക്സ് ഉണ്ടായിരിക്കും ആസ് ടീച്ചേഴ്സ്. അപ്പം അതൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഇതൊക്കെ ഈ ജോബിൻ്റെ ഒരു പാർട്ടാണ്. അപ്പോൾ നമ്മൾ നന്നായി എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമാവില്ല. എൻജോയ്മെൻറ്റ് കുറയുമ്പോഴാണ് നമ്മളിതൊരു ജോലിയാണല്ലോ എന്ന് വിചാരിച്ച് ചെയ്യുമ്പം ടീച്ചിങ് എപ്പോഴും പാടായിരിക്കും. അപ്പോൾ നമ്മൾ ആസ്വദിച്ച് ഇഷ്ടപ്പെട്ട് ചെയ്യുകയാണെങ്കിൽ ടീച്ചിങ് ഇസ് എ ബെസ്റ്റ് ജോബ്. I can guarantee that because I love this profession and I am loving to do this profession. Okay, I love teaching, I love English, and I'm very passionate about my job. So that's all about this video. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. Bye.